ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത. ഫെമ ലംഘന കേസിൽ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, ഏത് കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വിവരങ്ങൾ തേടുന്നത്? പ്രജീഷ്, ഏരിയ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ചോദിക്കുകയാണ്. എത്തിയത് ബിനീഷ് കോടിയേരിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ രാഗിൻ തുടരാം. കോടിയേരി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂർ മുൻപാണ് ബിനീഷ് കോടിയേരി ഇവിടെ എത്തിയത്. നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ച് വരുത്തുകയായിരുന്നു. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഫെമ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് വ്യക്തമാക്കുന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ചില കമ്പനികൾക്കെതിരെയുള്ള പരിശോധനകളുണ്ട്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരി വിളിപ്പിച്ചത് എന്നതാണ് ഇഡിയിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും തന്നെ നേരത്തെ ചോദ്യം ചെയ്യുന്നു. നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, അത് കള്ളപ്പണ കേസായിരുന്നു. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ അന്ന് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇഡി അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അത് അനൂപ് മുഹമ്മദ്, അവിടെ ബംഗളൂരുവിൽ ലഹരി കേസിൽ ഉൾപ്പെട്ട അനൂപ് മുഹമ്മദുമായുള്ള പണമിടപാടിന്റെ പശ്ചാത്തലത്തിലാണ് കള്ളപ്പണ കേസിൽ ഈ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മറ്റ് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരിയെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ തുടരുകയാണ് ഇഡി. ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ വ്യക്തമാകും. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, രാഗിനാണ് വിവരം നൽകിയത്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരും നിമിഷങ്ങളിൽ പോകാം. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്.